ഇന്നത്തെ എൻ്റെ മെഴുക്കുരുട്ടി നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരുവാണേ. കോവയ്ക്ക, ഇതാ നല്ല ഫ്രഷ് കോവയ്ക്ക. ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ രണ്ടറ്റവും കൂടെ അങ്ങ് കളഞ്ഞിട്ട് റൗണ്ടിലിരുന്നാൽ മതി. നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ചു, ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ അതാ നമ്മുടെ പച്ചമുളക്, എരിവിന് പാകത്തിന് പച്ചമുളക് ഞാനിപ്പോൾ 3 എണ്ണം രണ്ടായിട്ട് മുറിച്ചാണ്. കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇതിനകത്തിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളേ ഉള്ളേ. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? അത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്ന കോവയ്ക്കയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കുമേ. ഇതിപ്പോൾ നമ്മൾ കുടുന്നിപ്പറമ്പിൽ നിന്ന് പറിച്ചതാണ്, ഇച്ചിരി മൂത്ത് പോയി. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കരുത്, മൂടി വെച്ച് ചെറുതീയിൽ ഇളക്കിയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. നമ്മുടെ കോവയ്ക്ക ഒന്ന് ഇളക്കിയിടണ്ടേ? ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേണ്ടോ, നല്ല പോലെ വഴന്നു വന്നു. ഇതിൻ്റെ ഇല്ലേ ശരിക്കും കോവയ്ക്കയുടെ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഒന്നും ചേർക്കാത്ത കൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കേ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഓഫ് ചെയ്തേക്കാവേ. സ്റ്റൗവും ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവേ. ഇങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.